ജനാധിപത്യപരമായ സമരമാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ജിഷ്ണുവിന്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. പോലീസ് ആസ്ഥാനത്ത് സമരം അനുവദിക്കില്ല എന്നുള്ളതാണ് പോലീസിന്റെ ന്യായം. ഡിജിപിയുമായി ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നെങ്കിലും മഹിജയെ പോലീസ് ആസ്ഥാനത്തേക്ക് കയറ്റിവിടാൻ പോലീസ് തയ്യാറായില്ല. സംഘർഷത്തിന്റെ സാഹചര്യം തുടരുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ജിഷ്ണു മരിച്ച 80 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ജിഷയിലേക്ക് വീണ്ടും. ജിഷ, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? എന്താണ് പോലീസ് പറയുന്ന ന്യായം? ഇപ്പോൾ പോലീസും ഈ കുടുംബക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇവിടെ നടന്നു. അതിന്റെ ഭാഗമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ റോഡിൽ കിടക്കുകയാണ്. കാരണം റോഡിൽ വീണ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. കാരണം സമരം ഇവിടെ നടത്താൻ പാടില്ല എന്ന ഒരു ഇതിന്റെ പുറത്താണ് ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ജിഷ്ണുവിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം തുടങ്ങിയ ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് തടഞ്ഞിരിക്കുന്നു. മഹിജയെയും അച്ഛനെയും കുടുംബത്തെയും ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സമരം ആരംഭിക്കാനിരുന്ന മഹിജയെ പോലീസ് വലിച്ചിഴക്കുകയായിരുന്നു. അവരവിടെ നിലത്ത് കിടക്കുകയാണ്. സംഘർഷത്തിന്റെ സാഹചര്യമാണ് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ കാണാനാകുന്നത്. ഡിജിപി നേരത്തെ മഹിജയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ചർച്ച സാധ്യമാകണമെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മഹിജയ്ക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസ് തടയുകയായിരുന്നു. പ്രഹസനമായ ഉറപ്പുകളാണ് സർക്കാരിൽ നിന്നും ജിഷ്ണുവിന്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്.